നമസ്കാരം. ഏറ്റവും നല്ല ഭക്ഷണം വേണം എനിക്ക്, അതായത് മട്ടനും ചിക്കനും മീനുമൊക്കെ അടങ്ങുന്ന നല്ല ഭക്ഷണം 3 നേരവും വേണം. ജയിലിൽ ഇതൊക്കെ കിട്ടും, അതിന് വഴി ഒരുക്കരുത് എന്ന് പലതവണ കൊലവിളി നടത്തിയതിന് ശേഷമാണ് ശരിക്കും മകനെയും കുടുംബത്തെയൊക്കെ ചുട്ടരിച്ചു കൊന്ന ഹമീദ് എന്ന കൊലയാളി ആ കുറ്റകൃത്യം ചെയ്തത്. എന്തായാലും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ല ശിക്ഷ കൊടുത്തു, വധശിക്ഷയാണ്. ഇനി കേരളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വധശിക്ഷ നടന്നിട്ട് ഏകദേശം 29-30 വർഷ കാലമാകുന്നു. അവസാനം കണ്ണൂർ സെൻട്രൽ ജയിലിലാണെന്ന് തോന്നുന്നു വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെയും വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് തന്നെയായാലും ഈ അടുത്തിടെ ഞാൻ കണ്ട ഒരു പോസ്റ്റ് ഉണ്ട്, വധശിക്ഷയും പിന്നെ ഇളവ് ചെയ്യലും. എന്താണത്? ദാബ്രിപുര സ്വദേശി രമേശ് സിംഗ് എന്ന് പറയുന്ന ഒരു കുറ്റവാളി, 2003 സംഭവം. അദ്ദേഹം ഈ 2003 ചെയ്ത കുറ്റം 4 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ തന്നെയാണ് കൊടുത്ത, 10 വർഷത്തെ കഠിന തടവിന്. അദ്ദേഹം ആ 10 വർഷത്തെ കഠിന തടവ് പൂർത്തിയാക്കി 2013 പുറത്തിറങ്ങുന്നു. 2014 അദ്ദേഹം ചെയ്തത് 8 വയസ്സുള്ള ഒരു കുട്ടിയെ വീണ്ടും ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്തത്. വീണ്ടും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹം കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി വീണ്ടും കൊടുത്തത് അദ്ദേഹത്തിന് വധശിക്ഷയാണ് കേട്ടോ. ഏറ്റവും നല്ല ശിക്ഷയാണല്ലോ, ഏറ്റവും വലിയ ശിക്ഷയുമാണല്ലോ. പിന്നെയാണ് ട്വിസ്റ്റ് നടന്നത്. പിന്നീട് ഈ ശിക്ഷ അദ്ദേഹത്തിന് ഇളവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത കോടതി. എന്നിട്ട് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുകയാണ്. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹികൾക്കോ നടക്കുമോ? 13 വയസ്സുള്ള ബധിരയും മൂകയുമായ ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞു ദുഷ്ടൻ. നോക്കണമല്ലേ? ഇത്തരം മാനസിക വിഭ്രാന്തിയുള്ള അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളുള്ളവരൊക്കെ എന്തിനാണാവോ ഈ ജയിലിൽ കൊണ്ടുപോയി തീറ്റിപ്പോറ്റുന്നതെന്ന് ആലോചിക്കുമ്പോൾ വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നു അല്ലേ. ഈ ജയിലിൽ പോകുന്നവരൊക്കെ നല്ല കുറ്റവാളികളായാണ് തിരിച്ചു വരുന്നത്. മാനസാന്തരം ഉണ്ടായി വന്നവരെക്കുറിച്ച് കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നില്ലേ? സത്യത്തിൽ ഈ നിയമങ്ങളും അല്ലെങ്കിൽ ഈ ശിക്ഷകളും ഒക്കെ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നിപ്പോവാണ്. ഒരു പക്ഷേ മാന്യം മര്യാദയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവില്ലേ. ഈ കുറ്റങ്ങൾ നടക്കുന്നവർക്ക് ഇത് വല്ലതിൻ്റെയും കാര്യമുണ്ട്. ജയിലിൽ നല്ല ഭക്ഷണവും കിട്ടുന്നു, അവർ സുന്ദരമായിട്ട് അവിടെ ജീവിക്കുന്നു. തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള കുറ്റവാളികളിൽ നിന്ന് പല കള്ളത്തരങ്ങളും പല കുറ്റങ്ങളും പഠിച്ചുകൊണ്ട് വലിയ കുറ്റവാളികളായി വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണല്ലേ. എന്തായാലും എന്ത് ചെയ്യാം, ചിന്തിക്കുക, വിലയിരുത്തപ്പെടാം. ഇബ്രയിൽ നിന്നും കുയിൽ നിസാർ.